അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനിയുള്ള പരിശുദ്ധ റജബിലെ വിലപ്പെട്ട ദിനരാത്രികൾ കഴിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ രാവിന്റെ മഹത്വം, ഈ ഓരോ ദിനങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ട് അമലുകളെ വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാം ധാരാളം ഹസനത്തുകൾ ചെയ്ത് ഇരുലോക വിജയികളെ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്കൊക്കെയും പെടാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, ഇന്ന് ഞായറാഴ്ച രാവാണ്. ഇന്ന് ചൊല്ലിവരുന്ന അതിപ്രധാനപ്പെട്ട ദിക്ർ ബഅലവി ത്വരീഖത്തിലെ അവരുടെ മുഹിമ്മായ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഈ ദിക്റിന്റെ മഹത്വം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കാന ലഹു അമാന മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് നിർഭയത്വം ലഭിക്കും. മരണം വരേക്കും ദാരിദ്ര്യം, കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ അവന് എത്തുകയില്ല. വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന ഒരവസ്ഥ അവന് വരികയില്ല. വസ്തുജ്ലിബ ബിഹിൽ ഗൈന, ഐശ്വര്യമുള്ള ജീവിതം ഈ ഒരു ദിക്ർ വഴി അല്ലാഹു തആല അവന് കൊടുക്കും. വസ്തുഖ്രിഅ ബിഹി ബാബുൽ ജന്ന, മരിച്ചാൽ അദ്ദേഹം സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ വാതിൽ ഈ ദിക്ർ മുഖേന അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് സ്വർഗത്തിലാണ് അദ്ദേഹം. ഇത്രയും അത്ഭുതമാണ് ഈ പറയാൻ പോകുന്ന ദിക്ർ. 100 തവണ ദിവസവും ചൊല്ലണമെന്ന് ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരാം. ഇൻഷാ അല്ലാഹ് ഈ ദിക്റും പിന്നെ റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാറും പിന്നെ സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله الملك الحق المبين.
لا إله إلا الله الملك الحق المبين 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 അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ
നാം ചൊല്ലിയ ദിക്റ് നീ കബൂല് ചെയ്യണം റഹ്മാനെ. ആ ദിക്റ് ചൊല്ലിയാൽ എന്തൊക്കെ മഹത്വങ്ങൾ ഉത്തായത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും നമുക്ക് നീ നൽകണം റഹ്മാനെ. എല്ലാവരും ഇസ്തിഗ്ഫാർ റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ മഹാന്മാർ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വലാ തമസ്സുഹുന്നാർ ബിബറകത്തി റജബ്, അദ്ദേഹത്തിന്റെ തോലിനെ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് നരകം സ്പർശിക്കില്ല. റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റജബിനെ ആദരിച്ച് ഒരു ഇസ്തിഗ്ഫാർ റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം ചൊല്ലാണെങ്കിൽ ഈ പറയപ്പെട്ട മഹത്വം നമുക്ക് ലഭിക്കും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ ചേർക്കട്ടെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കൽ കൊണ്ട് പാവങ്ങൾ മാത്രമല്ല അല്ലാഹു തആല കരിച്ചു കളയുക. നമുക്കൊരുപാട് നിഅമത്തുകൾ, സാമ്പത്തികമായ വരുമാന മാർഗം, അതേപോലെ തന്നെ എല്ലാ പ്രയാസങ്ങൾ, ടെൻഷനുകൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, എല്ലാ ഉദ്ദേശങ്ങളും സർവ്വത്തിനും പരിഹാരമാർഗമാണ് ഇസ്തിഗ്ഫാർ തുടരെയായി ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു തആല കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 أستغفر الله وأتوب إليه، 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 أستغفر الله وأتوب إليه،
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹുവേ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചൊല്ലി ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. നമ്മുടെ എല്ലാ പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും നീ അതുവഴി നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് ഇനിയുള്ള ജീവിതം നിന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. റജബ് മാസത്തെ ബഹുമാനിച്ച് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം അല്ലാഹ്. ഇനി നമുക്ക് നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. എല്ലാവരും കൂടെ ഏറ്റ് ചൊല്ലണം. 11 തവണ വീതമാണ് ചൊല്ലുന്നത്. എല്ലാ ദിവസവും നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം ചൊല്ലാനുള്ള തൗഫീഖ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സർവ്വ മുറാദും അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കും. ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. അത് മാത്രമല്ല, ഉന്നതമായ വിജയം 2 ലോകത്തും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ പറ്റും. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ചൊല്ലിയ ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും നീ സ്വീകരിക്കണം അല്ലാഹ്. ഇതിന് മിത്ല സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഉപ്പാപ്പമാരുടെ ഉമ്മാമ്മമാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹുവേ. പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ശൈഖുനാ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ഹാജാ തങ്ങളുടെ ഹദ്റത്തിലേക്കും അല്ലാഹുവേ അഹ്മദ് റളാ ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് നിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് ഫലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ നോട്ടമുള്ള, അവരുടെ ബറക്കത്തുള്ള നല്ല ജീവിതം നമുക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ നീയുള്ള ജീവിതത്തിന്റെ തൃപ്തിയിലായി നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കുള്ള ഉസ്താദന്മാർക്കും എൻ്റെ മിത്രാദികൾക്കും കൂട്ടുകുടുംബക്കാർക്കും അയൽവാസികൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഭാര്യമക്കൾക്കും അല്ലാഹുവേ ജ്യേഷ്ഠാനുജൻ പെങ്ങന്മാർക്കും അല്ലാഹു നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോ മുഅ്മിനാത്തുകൾക്കും അവരുടെ കുടുംബക്കാർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും എല്ലാവർക്കും നീ ആഫു ചെയ്യണം അല്ലാഹ്. നീ ആഫു ചെയ്യണം റഹ്മാനെ. ചെയ്തു വെച്ച എല്ലാ പാവങ്ങൾ അതിന് നീ മാപ്പ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ നീ മാപ്പ് നൽകണം റഹ്മാനെ. റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ നീയുള്ള ജീവിതത്തിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ, നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെല്ലാം ഇഖ്ലാസോടെ നിർവഹിക്കാൻ അല്ലാഹ്. സുന്നത്ത് നിസ്കാരങ്ങളും പ്രത്യേകിച്ച് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളും തഹജ്ജുദ് സുന്നത്ത് നിസ്കാരവും ദുഹാ നിസ്കാരവും അല്ലാഹുവേ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നമുക്ക് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഹിദായത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ സലീമായ ഖൽബ് നൽകണം അല്ലാഹ്. സലീമായ ഖൽബ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ സലീമായ ഖൽബ് നൽകണം. ആരോടും ഉറപ്പില്ലാതെ, ഹസദ് കിബ്ർ വഞ്ചിക്കാതെ, നമീമത്ത് ഗൈബത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കുറിച്ച് ഒന്നും പറയാതെ, എല്ലാവരുടെ മനസ്സിന് നല്ല സന്തോഷം മാത്രം ഇട്ടുകൊടുക്കും നല്ലൊരു ജീവിതം നൽകണം റഹ്മാനെ. നല്ല വ്യക്തി ജീവിതം നൽകണം റഹ്മാനെ. സൽസ്വഭാവികളാക്കണം അല്ലാഹ്.
ദുഷിച്ച എല്ലാ സ്വഭാവങ്ങളെ തൊട്ട് പെരുമാറ്റങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നമ്മുടെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം മൂലം ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എല്ലാവർക്കും സന്തോഷം മാത്രം പകർന്നു കൊടുക്കാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സൽസ്വഭാവികളാക്കണം അല്ലാ. മനസ്സ് നന്നാക്കണം അല്ലാ. നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാ. ഹസ്നുൽ ഖുൽഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സൽസ്വഭാവം നൽകണം അല്ലാ. സൽസ്വഭാവം നൽകണം അല്ലാ. അല്ലാഹുവേ, നിന്റെ അടിമകളെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നീ സ്വർഗത്തിലേക്കിടാനുള്ള പ്രധാന കാരണം സ്വഭാവമാണ് അല്ലാ. സ്വഭാവം നന്നാക്കിയവരാണ്. ആരോടും ഉറപ്പില്ല, ഹസദില്ല, കിബറില്ല, വഞ്ചനയില്ല, ഫിത്നയില്ല. ശുദ്ധ ഹൃദയത്തോടുകൂടെ നാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാത്തവരാണ് നിനക്ക് വേണ്ടത്. അല്ലാഹുവേ, നാം ചെയ്ത അമലുകളെല്ലാം നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു കാര്യമാണ്. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ, ഹൃദയം സൂക്ഷിച്ചില്ലെങ്കിൽ, ആരെയും വേദനിപ്പിച്ചാൽ, ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ, ഹസദ് വെച്ച് നടന്നാൽ, വഞ്ചിച്ചാൽ, സിഹ്റ് ചെയ്താൽ, നമ്മുടെ അമലുകളെല്ലാം നമ്മുടെ മുഖത്തേക്ക് നീ വലിച്ചെറിയപ്പെടും. അല്ലാഹുവേ, അത്തരത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, സജ്ജനങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒറ്റ ആലിമിനെ പോലും, മറ്റൊരു ഉസ്താദിനെ പോലും, മുതിർന്നവരെ പോലും, ഒറ്റ മുഅ്മിനിനെ പോലും ഗീബത്ത് പറയാതെ, പ്രത്യേകിച്ച് ആലിമിനെ സൂക്ഷിക്കേണ്ടത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അവരുടെ ശരീരത്തിലുള്ള അത് വിഷം, അത് അവരുടെ ശരീരത്തിന്റെ, അവരുടെ മാംസം അത് വിഷമാണെന്ന് അവരെ ഗീബത്ത് പറഞ്ഞാൽ ഒരിക്കലും അവൻ രക്ഷപ്പെടില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹുവേ, ഒറ്റ ആലിമിനെ പോലും ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ ബഹുമാനിക്കാൻ കൽപ്പിച്ചവരെ ബഹുമാനിക്കാൻ, എല്ലാ സയ്യിദന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള ഹിദായത്ത്, ഈമാൻ നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ ആഖിബത്തിന്റെ കാര്യം നമുക്ക് വല്ലാത്ത പേടിയാണ് അല്ലാ. ഈമാനിന്റെ കാര്യം നമുക്ക് വല്ലാത്ത പേടിയാണ് അല്ലാ. നമ്മൾ എങ്ങനെ മരിക്കും റബ്ബേ? നാം എങ്ങനെയാണ് മരിക്കുന്നത്? നമ്മുടെ ഈമാനൊന്ന് സലാമത്താക്കി തരണം റഹ്മാൻ. തങ്ങളുടെ പുഞ്ചിരിക്കുന്ന വജ്ഹ് ഒന്ന് കണ്ട് ഈമാനോട് കൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിന് മുമ്പ് പലതവണ, ഒരുപാട് തവണ ഇവിടുത്തെ പൂമുഖം സ്വപ്നത്തിലും യഖ്ളത്തിലും ദർശിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. അല്ലാഹുവേ, ഉറക്കിലും ഉണർവിലും നമുക്ക് അവിടുത്തെ പൂമുഖം കാണാനുള്ള തൗഫീഖ് നൽകണമല്ല. അതിന് പറ്റിയ കണ്ണും നൽകണമല്ല, ഹൃദയം നൽകണമല്ല, ജീവിതം നൽകണമല്ല. ഹറാമ് കാണുമ്പോൾ കണ്ണും നടക്കാനുള്ള ഈമാന് നൽകണമല്ലോ. ഹറാമ് കേൾക്കുമ്പോൾ ചെവി അടക്കാനുള്ള ഈമാന് നൽകണം റഹ്മാന്. ഹറാമ് കാണുമ്പോൾ അതിന് സഞ്ചരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനം നമുക്ക് തരല്ലയല്ലോ. ആ സമയത്ത് നമുക്ക് ശേഷി തരല്ലയല്ലോ. ആ ചെയ്യുന്ന അവയവങ്ങൾക്ക് ശേഷി തരല്ലയല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ. ചെയ്തു പോയ എല്ലാ പാവങ്ങൾക്ക് നീ അഫ്വ ചെയ്യണമല്ലോ. നീ മാപ്പ് ചെയ്യണം റഹ്മാനെ, നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുകയാണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞ്, മറ്റു രോഗങ്ങളാണെന്ന് പറഞ്ഞ് നോവ് അനുഭവിക്കുന്ന, വേദനകൾ കടിച്ചിറക്കുന്ന എന്തെല്ലാം രോഗങ്ങൾ പിടിപ്പെട്ട് പ്രയാസത്തിലായവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ, ആജിലായ ശിഫ നൽകല്ല, കാമിലായ ശിഫ നൽകല്ല, പരിപൂർണമായ ശിഫ നൽകല്ല. അല്ലാഹുവേ, ശിഫ നൽകല്ല, ആജിലായ ശിഫ നൽകല്ല. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാനും, പഴയതുപോലെ നിസ്കരിക്കാനും അമലുകൾ ചെയ്യാനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, വല്ല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ദിക്റിന്റെ മഹത്വം കൊണ്ട്, മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, റഹ്മത്തുൽ ആലമീനായ മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണമല്ലോ,
നീ മായ്ച്ചു കളയണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ല. അവരുടെ പൊരുത്തത്തിലായി നമുക്ക് മരണം വരേക്കും ജീവിച്ച് സ്വർഗം സമ്പാദിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ല. അള്ളാഹുവെ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ടോ? ഹൈറായ നല്ല ബറക്കത്തുള്ള നല്ല വീട് നൽകണമല്ലോ, നല്ല വീട് നൽകണമല്ലോ. സാമ്പത്തിക ശേഷി നൽകണമല്ലോ. വരുമാന മാർഗം നീ കാണിച്ചു കൊടുക്കണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എളുപ്പ വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. കടങ്ങൾ തീർക്കാനുള്ള സഹലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ നല്ല ജോലി നൽകണമല്ല. ബറക്കത്തുള്ള ഇസ്സത്തുള്ള അന്തസ്സുള്ള നല്ല ജോലി നൽകണമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരെ നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള 2 വിദ്യകൾ കരസ്ഥമാക്കാൻ പറ്റിയ നല്ല ബുദ്ധിയുള്ള നല്ല മക്കളെ നൽകണം റഹ്മാനെ. തന്ന മക്കളെ കൂട്ടത്തിൽ ചേർക്കണമല്ല. അദബുള്ള മക്കളാക്കണം റഹ്മാനെ. ഈമാനുള്ള മക്കളാക്കണം റഹ്മാനെ. തഖ്വയുള്ള മക്കളാക്കണം റഹ്മാനെ. ഹറാമു ചെയ്യുന്നവരാക്കല്ലേ അല്ലാ. കള്ളുകൂടിയന്മാരാക്കല്ലേ അല്ലാ. വ്യഭിചാരികളാക്കല്ലേ അല്ലാ. മയക്കുമരുന്ന് കഴിക്കുന്നവരാക്കല്ലേ അല്ലാ. ശ്ലീലങ്ങൾ കാണുന്നവരാക്കല്ലേ അല്ലാ. നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നവരോ കേൾക്കുന്നവരോ കാണുന്നവരോ ആക്കല്ലേ അല്ലാ. സജ്ജനങ്ങളാക്കണം റഹ്മാനെ. മുത്തഖീങ്ങളാക്കണം റഹ്മാനെ. ഈമാനോടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നീ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാനെ. സന്തോഷമുള്ള ബറക്കത്തുള്ള ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണം റഹ്മാനെ. സന്തോഷമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അഭിമാനമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന വേളയിൽ അത് നമുക്കറിയാനും എല്ലാ കടബാധ്യതകളും എല്ലാ പൊരുത്തവും എല്ലാം വീട്ടിയ നിലക്ക്, കടങ്ങളെല്ലാം കൊടുത്ത നിലക്ക്, പൊരുത്തം ചോദിക്കേണ്ടവരോടെല്ലാം പൊരുത്തം ചോദിച്ച് ഒടുവിൽ പരിശുദ്ധ മദീനയിലെത്താനും പരിശുദ്ധ മദീനയിൽ ചെന്നൊരുപാട് സ്വലാത്തും സലാമും ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം ദർശനമേറ്റ നിലക്ക് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള ഭാഗ്യം നൽകണം. പരിശുദ്ധ മദീനയുടെ മണ്ണൊന്നു മുത്തം കൊടുത്ത് കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. അവസരം നൽകണമല്ലോ. തൗഫീക്ക് നൽകണമല്ലോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.